കൂടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആഭരണ ധാരണം എന്ന വിഷയത്തിൽ ചെയ്യുന്ന 5-ാമത്തേതും അവസാനത്തേതും വീഡിയോ ആണ് ഇത്. ഇതിനു മുമ്പ് 4 വീഡിയോകളാണ് ചെയ്തിരുന്നത്. ആദ്യത്തെ 3 വീഡിയോകളിൽ ഉപദേശത്തിന്റെ പശ്ചാത്തലത്തിലും ചരിത്രപരമായ കാരണങ്ങളാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആഭരണം എന്തുകൊണ്ട് ഉപേക്ഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. 4-ാമത്തെ വീഡിയോയിൽ ഇതിനോടനുബന്ധിച്ച് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന, അല്ലെങ്കിൽ എന്നോട് നേരിട്ടോ അല്ലാതെയോ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമാണ് പോസ്റ്റ് ചെയ്തത്. ഈ 5-ാമത്തെ വീഡിയോയിൽ ആഭരണം ധരിച്ച് സഭയിൽ വരുന്ന ആളുകളോട്, അല്ലെങ്കിൽ ആഭരണം ധരിക്കുന്ന മതപരമായോ സഭാപരമായോ പശ്ചാത്തലങ്ങളിൽ നിന്ന് സഭയിലേക്ക് കടന്നു വരുന്ന ആളുകളെ ദൈവസഭയിൽ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള വിഷയത്തിലാണ് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള ഒരു ചെറിയ പരിചയപ്പെടുത്തൽ ഈ വിഷയത്തിന് ഉപോത്ബലകമായ നിലയിൽ അറിയിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ 2026 ഡിസംബർ 12-ാം തീയതി നോർത്ത് ഇന്ത്യയിലെ എൻ്റെ പ്രവാസകാലത്തിന് 30 വർഷം പൂർത്തിയാകുകയാണ്. 1996 ഡിസംബർ 12-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉത്തരേന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ നോർത്ത് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ 7ഓളം സ്ഥലം സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ നേരിട്ടോ അല്ലാതെയോ പങ്കാളിയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ ഇടയാക്കി. ഇപ്പോഴും ബീഹാറിലെ കട്ടിഹാർ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥലം സഭ ശുശ്രൂഷകൻ എന്ന നിലയിലും, അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും നേപ്പാളിലും കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ ഞാൻ എന്നെക്കുറിച്ച് നൽകിയത് കഴിഞ്ഞ വീഡിയോകളുടെയൊക്കെ അടിയിലൊക്കെ വന്നിട്ട് പലരും കമന്റ് ചെയ്യാറുണ്ട്, നമുക്കൊക്കെ ചെയ്യാനായിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സഹോദര, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പറഞ്ഞുകൂടെ, ഇതുപോലെ കേരളത്തിൽ നിന്നിട്ട് ആഭരണം വർജിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സഹോദരന്മാർ പറയുകയുണ്ടായി. മറ്റൊരു കാര്യം ഈ പരിചയപ്പെടുത്തൽ നൽകുവാനായിട്ട് കാരണമായി തീർന്നത്, എന്നെ കേൾക്കുന്ന ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 7ഓളം സ്ഥലം സഭകളുടെ രൂപീകരണത്തിനും മറ്റ് സ്ഥലം സഭകളുടെ വളർച്ചയ്ക്കും കാരണമാകുന്ന നിലയിൽ കഴിഞ്ഞ ഏറിയ വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത്, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലോ അല്ലെങ്കിൽ ഞാൻ മൂലം ദൈവം രൂപീകരിച്ച മറ്റ് സഭകളിലോ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരിൽ ഏറിയ പങ്കും ആഭരണം ധരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ്. അങ്ങനെയുള്ള വിശ്വാസികളെ സഭയിൽ ഏത് നിലയിൽ വളർത്തിയെടുക്കണം എന്ന് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് എന്ന് എന്നെ കേൾക്കുന്ന ദൈവജനം ദയവായി മനസ്സിലാക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് ഓർപ്പിക്കുകയാണ്. ആഭരണധാരണം സംബന്ധിച്ച് ചെയ്ത ആദ്യത്തെ 3 വീഡിയോകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപദേശപരമായിട്ടോ ചരിത്രപരമായിട്ടോ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്തുകൊണ്ട് ആഭരണം ഉപേക്ഷിക്കണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് കേട്ടിട്ടില്ലാത്തവർ ആ വീഡിയോകൾ കേൾക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. 4-മതായിട്ട് ചെയ്ത വീഡിയോയിൽ ഇത് സംബന്ധിച്ച് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ചെയ്തത്. 5-ാമത്തേതും അവസാനത്തേതുമായ ഈ വീഡിയോയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭരണം ധരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരെ ഏത് നിലയിൽ സഭ ഉൾക്കൊള്ളണം എന്നുള്ളൊരു കാര്യമാണ് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ആഭരണം ധരിച്ചു വരുന്നവരെ സഭയിൽ കയറ്റാതിരിക്കുന്നതിനോ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിനോ യാതൊരുവിധ വാക്യവും വചനത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ആഭരണം ഉപേക്ഷിക്കുക എന്നുള്ളത് വേർപാട് എന്ന് പറയുന്ന ഉപദേശ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ വേർപാട് എന്ന് പറയുന്നത് കേവലം ആഭരണവർജനം മാത്രമല്ല, മറ്റ് അനേക കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 15:20 ആസ്പദമാക്കിയാണ് ആദ്യത്തെ വീഡിയോ ചെയ്തത്. അവിടെ പറഞ്ഞിരിക്കുന്നത്
വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും ദൈവമക്കൾ വേർപെട്ട് നിൽക്കണം എന്നുള്ളതാണ്. അതേ വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമുക്ക് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെയും അതോടൊപ്പം തന്നെ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട് അവിടേക്ക് ഞാൻ കടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അപ്പോ വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ട ദൈവജനം വേർപെടേണ്ടതായിട്ടുണ്ട്. വ്യക്തിപരമായ പാപങ്ങളായിക്കോട്ടെ, ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അനേക വിഷയങ്ങളിൽ നിന്ന് ദൈവജനത്തിന് വേർപെട്ട് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. കേവലം ആഭരണം ഊരിയതുകൊണ്ട് മാത്രം അതൊരു വേർപാടാകത്തില്ല. തെറ്റായ ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് വേർപെട്ട് ജീവിക്കണം. വ്യക്തിപരമായ പാപങ്ങളിൽ നിന്ന് നമുക്ക് വേർപെട്ട് ജീവിക്കണം. അതുപോലെ ഫോൾസ് ടീച്ചേഴ്സ്, ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന് നമുക്ക് വേർപെടേണ്ടതായിട്ടുണ്ട്. അപ്പോ വേർപാടെന്ന് പറയുന്ന വിഷയം ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം ആസ്പദമാക്കിയിരിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആഭരണം മാത്രം ഊരുകയും മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് തെറ്റായ സമീപനമാണ്. ഈ കാര്യം പറയുന്നതിനുള്ള കാരണം എന്നുള്ളത്, വേർപാട് ഇറ്റ് ഷുഡ് ഹാപ്പൻ ഗ്രാജുവലി ഓർ ഇറ്റ് വിൽ ഹാപ്പൻ ഗ്രാജുവലി ഓൺലി. ഇത് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ സാധിച്ചെടുക്കത്തുള്ളൂ. ഒരു വ്യക്തി വചനത്തിൽ എത്രമാത്രം വളരുന്നോ, എത്രമാത്രം ആത്മീയ പക്വത ആ വ്യക്തി ആർജിച്ചെടുക്കുന്നോ, അതിനനുസരിച്ചാണ് തന്റെ ജീവിതത്തിലെ എല്ലാ വേർപാടുകളും സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, ഉപദേശ വിഷയങ്ങളിൽ കൃത്യതയില്ലാത്തൊരു വ്യക്തി, അദ്ദേഹത്തിന് ഉപദേശപരമായ വേർപാട് ഒരിക്കലും പാലിക്കുവാൻ കഴിയത്തില്ല. വ്യക്തിപരമായ പാപങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തൊരു വ്യക്തിക്ക് വ്യക്തിപരമായ എല്ലാ പാപങ്ങളിൽ നിന്നും വേർപെട്ട് ജീവിക്കുവാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ആഭരണധാരണവും വിഗ്രഹാരാധനയും സംബന്ധിച്ചുള്ള ആ ബന്ധം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്നും മാറുവാൻ നോക്കണം സാധിക്കുന്നില്ല. അപ്പോ ഈ സെപ്പറേഷൻ അഥവാ വേർപാടെന്ന വിഷയം ഘട്ടം ഘട്ടമായി സംഭവിക്കുന്നതായതുകൊണ്ട് ഘട്ടം ഘട്ടമായ വളർച്ചയ്ക്ക് ഉതകുന്ന സാഹചര്യം സഭയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ആവശ്യം. അല്ലാതെ ആഭരണം ധരിച്ചു എന്ന പേരിൽ ഒരു വ്യക്തി ആത്മീയനല്ലെന്ന് ചിന്തിക്കുന്നതോ, അദ്ദേഹത്തെ ആഭരണം ധരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ സഭയ്ക്ക് പുറത്താക്കുന്നതോ പക്വതാപരമായ ഒരു തീരുമാനം ഒരിക്കലും ആവുകയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആഭരണവർജനം എന്ന വിഷയം സഭയിലെ വിശ്വാസികളുള്ള ബന്ധത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ തക്കണം സാധിക്കുന്നത്? മറ്റെല്ലാ വിഷയങ്ങളിലും എന്നതുപോലെ ഈ വിഷയത്തിലും അപ്പോസ്തലിക മാതൃക പിൻപറ്റുകയാണ് നാം ചെയ്യേണ്ടിയിരിക്കുന്നത്. നമ്മുടേതായ ചില ധാരണകളുടെ പുറത്തോ, അല്ലെങ്കിൽ ആഭരണം ഇടാതെ നടക്കുന്നവരെല്ലാവരും ആത്മീയരാണെന്നോ, ആഭരണം ഇട്ടവരെല്ലാം മോശക്കാരാണെന്നോ എന്നുള്ള വ്യർത്ഥമായ ഒരു ധാരണയിൽ മുമ്പോട്ട് പോവുകയല്ല വേണ്ടത്. ഒരിക്കൽ ഒരു വിശ്വാസിയായ സഹോദരിയോട് ഞാൻ ചോദിച്ചു, സഹോദരി എന്തുകൊണ്ടാണ് ആഭരണം ഉപയോഗിക്കാത്തത് എന്ന്. അപ്പോൾ ആ സഹോദരി പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത്, നമ്മുടെ സഭയിൽ ആരും ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും ആഭരണം ഇടുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ധാരണയുടെ പുറത്ത് മാത്രമാണ് നാം ആഭരണ വർജനം നടത്തുന്നതെങ്കിൽ നാം വെറും അന്ധവിശ്വാസികൾ മാത്രമാണ് ഈ വിഷയത്തിൽ. രക്ഷയിലേക്ക് വരുന്നതും വിശ്വാസത്തിൽ വളരുന്നതും ആത്മീയമായ കാര്യങ്ങളിൽ ഒരു വ്യക്തി പക്വതയുള്ള വ്യക്തിയായിട്ട് തീരുന്നതും വ്യക്തിക്ക് വചനത്തിലുള്ള നിശ്ചയം സാധ്യമായി തീരുമ്പോഴാണ്. വ്യക്തമായ നിശ്ചയമില്ലാതെ വചനത്തിലെ ഏത് സത്യങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ തൊക്കെ സാധിക്കുന്നതല്ല. മറ്റു പശ്ചാത്തലങ്ങളിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ രക്ഷ എന്നുള്ള വിഷയത്തിൽ അവർക്ക് ലഭിക്കുന്ന നിശ്ചയത്തിന്റെ പുറത്താണല്ലോ വരുന്നത്. അതുപോലെ തന്നെ ആഭരണം ഉപേക്ഷിക്കുക എന്നുള്ള വിഷയത്തിന്മേലും വിശ്വാസികൾക്ക് ഒരു നിശ്ചയം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ആ നിശ്ചയം എങ്ങനെയാണ് അവരിൽ ഉണ്ടാകേണ്ടത്? അതിന് ഉപോത്ബലകമായിട്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അപ്പോസ്തലികമായ മാതൃക പിൻപറ്റേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 30ഓളം വർഷങ്ങളായിട്ട്
ഉത്തരേന്ത്യയുടെ പ്രദേശത്തിലായിരുന്നുകൊണ്ട് ആഭരണം ധരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആളുകളെ പൂർണ്ണമായും വചനത്തിൽ നിന്നുകൊണ്ടാണ് ആഭരണ വർജനത്തിലേക്ക് ഞങ്ങൾ നയിച്ചിട്ടുള്ളത്. ആഭരണ വർജനം എന്ന വിഷയത്തിൽ വിശ്വാസികൾക്ക് ഒരു നിശ്ചയം ഉണ്ടാകേണ്ടതിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സഭയിലെ ഉപദേഷ്ടാക്കന്മാർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, വചനത്തിലൂടെ ആ കാര്യം വിശ്വാസികളെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോസ്തലിക മാതൃക എന്ന് ഞാൻ പറഞ്ഞത് അതിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ വിജാതീയ പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ എന്തൊക്കെ ഉപേക്ഷിക്കണം എന്ന് അപ്പോസ്തലന്മാർ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഈ വിഷയം സംബന്ധിച്ച് ഒരു ചർച്ച യെരൂശലേമിൽ ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ ഒരു തീരുമാനം എടുക്കുകയും അതിനുശേഷം യൂദ, ശീലാസ് മുതലായ ഉപദേഷ്ടാക്കന്മാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ സ്ഥലം സഭകളിലേക്ക് പറഞ്ഞു വിടുകയും അപ്പോസ്തലന്മാർ എന്ത് പഠിപ്പിച്ചുവെന്ന് പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രങ്ങൾ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, എഫേസ്യ സഭയിൽ അങ്ങനെ ധരിച്ചു വരുന്നവർ ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ പത്രോസ് 1-ാം നൂറ്റാണ്ടിലെ ചിതറി പാർക്കുന്ന ദൈവജനത്തിന് അവിടെയുള്ള സഭകൾക്ക് ഈ വിഷയം സംബന്ധിച്ച് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആഭരണം ധരിച്ച് സഭയിലേക്ക് കടന്നു വന്നിരുന്ന ആളുകൾ അന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആരും ധരിച്ചു വന്നിരുന്നില്ലായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ സഭയിൽ ആഭരണം ധരിച്ചു വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനേക്കാൾ ഉയർന്നതാണ് ആത്മീയ ജീവിതം എന്നവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുവാൻ അപ്പോസ്തലനായ പൗലോസും പത്രോസും ശ്രമിക്കുന്നത്. ഈ ഒരു മാതൃക തന്നെയാണ് നാം ഇന്ന് സഭയിൽ പിന്തുടരേണ്ടത്. സഭയിലേക്ക് ആഭരണം ധരിച്ച് കടന്നു വരുന്ന ആളുകളെ അവരെന്തോ തീർത്തും മോശക്കാരാണ് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കാതെ, സഭയിലെ ഉപദേഷ്ടാക്കന്മാരും മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും എന്തുകൊണ്ട് ആത്മീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത ആഭരണധാരണത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതാണ്. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വന്നവരോട് ഈ നിലയിൽ തിരുവചനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിനും അവർ സ്വയമായിട്ട് തന്നെ ആഭരണം ഉപേക്ഷിക്കുന്നതിനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതിനും ദൈവാത്മാവ് ശക്തി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് സഭാശുശ്രൂഷകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ വചനത്തിൽ നിന്നും ദൈവജനത്തെ കൺവിൻസ് ചെയ്യിപ്പിക്കുവാൻ സാധിക്കണം. ആഭരണവർജനം വചനം എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് ആ കൺവിക്ഷനാണ്, ആ നിശ്ചയമാണ് വിശ്വാസികളെ ആഭരണവർജനത്തിലേക്ക് നയിക്കേണ്ടത്. അല്ലാതെ എൻ്റെ സഭ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ആഭരണം ഊരുന്നു, അല്ലെങ്കിൽ ആഭരണം ഊരിയില്ലെങ്കിൽ തിരുവത്താഴം ലഭിക്കില്ല എന്നുള്ള ഭയം, ഈ കാരണത്താൽ ഒരു വ്യക്തി ആഭരണം ഊരി നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ വ്യക്തിയുടെ ആത്മീയ പക്വതയുടെ ചിഹ്നമല്ല. എന്നാൽ തിരുവചനം ആഭരണവർജനം പഠിപ്പിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി ഒരു വിശ്വാസി സന്തോഷത്തോടു കൂടി അത് ഊരുമ്പോഴാണ് അത് വേർപാടിന്റെ ഒരു ചിഹ്നമായി മാറുന്നത്, ആത്മീയ പക്വതയുടെ ഒരു ചിഹ്നമായിട്ട് മാറുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇന്ന് അനേകർ ആഭരണത്തിന് പുറകെ പോകുന്നു എന്ന് ചിന്തിച്ചാൽ അത് വചനം പഠിപ്പിക്കുവാൻ നിയമിക്കപ്പെട്ടവർ പരാജയപ്പെടുന്നത് കൊണ്ടാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് മാതൃകയായിരിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ ഈ ഉത്തരേന്ത്യയിലെ സഭകളിലേക്ക് മറ്റു പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോൾ കേവലം വചനം പറയുന്നത് കൊണ്ട് മാത്രമല്ല അവർ ആഭരണം ഊരുന്നത്. രണ്ടാമതായി മറ്റൊരു കാരണം കൂടിയുണ്ട്.
സഭയിലെ മറ്റു വിശ്വാസികളിൽ അല്ലെങ്കിൽ സഭ നയിക്കുന്നവരിൽ ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന മാതൃക അവർ അനുകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. വലിയ ആർഭാട ജീവിതം നയിക്കുകയും ആഭരണം ഊരണം എന്ന് സഭയിൽ പഠിപ്പിക്കുകയും ചെയ്താൽ കേൾക്കുന്ന വിശ്വാസികൾ ആ വിഷയത്തിൽ നിശ്ചയമുള്ളവരായി തീരണം എന്നില്ല. ആഭരണധാരണവും ആർഭാടവും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഉപരി ആഭരണധാരണവും വിഗ്രഹാരാധനയും തമ്മിലാണ് ബന്ധമുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടതാണ്. എങ്കിൽ പോലും ഇന്നത്തെ ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിച്ചാൽ ആഭരണധാരണം ആർഭാട ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഓർണമെന്റ്സ് ആർ പാർട്ട് ഓഫ് ലക്ഷറിയസ് ലൈഫ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങളിലും വളരെ ആർഭാട ജീവിതം നയിക്കുകയും ആഭരണം മാത്രം ഊരി ഞങ്ങൾ എന്തോ മഹാന്മാരാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ സഭയിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആ വിഷയത്തിൽ നിശ്ചയമുള്ളവരായി തീരണം എന്നില്ല. അപ്പോസ്തലന്മാർ കാണിച്ച മാതൃക അനുകരണീയമാണ്. പത്രോസും യോഹന്നാനും പറഞ്ഞത് സ്വർണവും വെള്ളിയും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ആഭരണത്തെക്കുറിച്ചല്ല, പണത്തെക്കുറിച്ചാണ് പറഞ്ഞത് നമുക്കറിയാം. അനേക അത്ഭുത പ്രവൃത്തികളും മറ്റ് രോഗസൗഖ്യങ്ങളും ഒക്കെ ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നിട്ടും ഒരു ഭിക്ഷക്കാരന് കൊടുക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ലാത്ത നിലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാരായിരുന്നു കർത്താവിന്റെ അപ്പോസ്തലന്മാർ. അപ്പോ പത്രോസ് ആയിക്കോട്ടെ പൗലോസ് ആയിക്കോട്ടെ അവർ പൊന്ന് മുത്ത് വിലയേറിയ വസ്ത്രം അല്ല എന്ന് സഭയെ പഠിപ്പിക്കുവാൻ ധൈര്യം കാണിച്ചത് ഈ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കാരണം. ഈ വിഷയത്തിൽ പൂർണ്ണ പ്രാഗൽഭ്യത്തോടു കൂടി തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. 30ഓളം വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിലായിരിക്കുകയും അതിൽ തന്നെ 23 വർഷത്തോളമായിട്ട് കർത്താവിന്റെ വേലയിലുമായിരിക്കുന്ന ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടു കൂടി തന്നെയാണ് ഈ കാര്യം ഞാനിവിടെ പറയുവാൻ ധൈര്യപ്പെടുന്നത്. സുവിശേഷവേല ഒരിക്കലും ഒരു ആദായസൂത്രമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടില്ല. ലഭിക്കാമായിരുന്ന പിതൃസ്വത്ത് കൂടി ബുദ്ധിയുള്ള ആളുകൾ അടിച്ചുകൊണ്ടുപോയി. അത് ദൈവം അവർക്ക് അനുവദിച്ചതായിരിക്കാം, അതുകൊണ്ട് സാരമില്ല. അതുകൊണ്ട് തന്നെ ആഭരണം മാത്രം ഊരിയിട്ട് വേർപാടെന്ന വിഷയം പഠിപ്പിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ദൈവസഭകളിൽ ശുശ്രൂഷകന്മാർ, സഭ നയിക്കുന്നവർ, വചനം പഠിപ്പിക്കുന്നവർ ദൈവജനത്തിന് മുമ്പാകെ മാതൃക ജീവിതം നയിക്കുകയും എന്നിട്ട് ആഭരണം വർജിക്കുകയും വേണം എന്ന് പഠിപ്പിക്കുമ്പോൾ അത് അനുകരിക്കുവാൻ വിശ്വാസികൾക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. ബഹുമാന്യനായ കർത്തദാസൻ VP പൗലോസ് അവറുകൾ എന്തുകൊണ്ടായിരിക്കണം ആഭരണവർജനം പഠിപ്പിച്ചത് എന്ന് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അത് പഠിപ്പിക്കാനുള്ള പ്രാഗൽഭ്യമുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ശുശ്രൂഷന്മാർക്ക് വിശ്വാസികളോട് ആഭരണം വർജിക്കണം എന്ന് പറയുവാൻ സാധിക്കാതെ പോകുന്നത്? അത് എല്ലാവരെയും വിധിക്കുന്നില്ല, വിധിക്കാനുള്ള അവകാശവും അധികാരം ദൈവം എനിക്ക് തന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കർത്താവിന്റെ ദാസന് അത് പഠിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള പ്രാഗൽഭ്യം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹം പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ വിശ്വാസികൾ ആ വിഷയത്തിൽ നിശ്ചയമുള്ളവരായി തീരുകയുമുള്ളൂ. അപ്പോ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് മാതൃകയായിരിക്കുക എന്നുള്ളതാണ്. ഒന്നാമതായി തിരുവചനത്തിൽ നിന്ന് ദൈവജനത്തെ പഠിപ്പിക്കുക. ദൈവജനം ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, ലൗകികമായിട്ടുള്ള അഹങ്കാരങ്ങളിൽ നിന്ന് വേർപെട്ട് വിഗ്രഹാരാധനയും അതുമായിട്ട് ബന്ധപ്പെട്ട ആഭരണദാനത്തിൽ നിന്നും ഒഴിഞ്ഞ് വേർപെട്ട് ജീവിക്കണം എന്ന് വചനം പഠിപ്പിക്കുന്നു. ഈ ഉപദേശ സത്യം ദൈവജനത്തെ പഠിപ്പിക്കുവാൻ ശുശ്രൂഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, മൂപ്പന്മാർ തയ്യാറാവണം. അത് പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്ന ആളുകൾ ദൈവജനത്തിന് മുമ്പാകെ മാതൃകയുള്ളവരും ആയിരിക്കണം. അത് പഠിപ്പിക്കുന്ന വ്യക്തിയെ നോക്കി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ശ്രവിക്കുമ്പോൾ എനിക്കും അദ്ദേഹത്തെ പോലെ ഒരു മാതൃകാ ജീവിതം നയിക്കണം എന്ന് വിശ്വാസിക്ക് തോന്നുമ്പോഴാണ് ആ വിശ്വാസി ആഭരണം കൂടി
ഊരി വേർപെട്ട ഉപദേശത്തിനനുസരിച്ചുള്ള വചനത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ തയ്യാറാവുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ഈ വിഷയങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ചിലരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വരുന്നത് എന്ന് ചിലർക്കെങ്കിലും ഉള്ളിൽ ഒരു തോന്നലുണ്ടാവാം. ഇതൊക്കെ തന്നെയാണ് പ്രധാന സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചില തൽപരകക്ഷികൾ ഇതിനിടയിൽ കയറി ആഭരണം ധരിച്ചേ തീരൂ, അല്ലെങ്കിൽ ആഭരണവർജനം ആവശ്യമില്ല എന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എന്നെ പോലെയുള്ള ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാർക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ തിരുവചനത്തിന്റെ സത്യങ്ങളെ ഈ നിലയിൽ ദൈവജനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായത്. നമ്മുടെ സഭകളുടെ മൂപ്പന്മാരും ഉപദേഷ്ടാക്കന്മാരും ശുശ്രൂഷകന്മാരും പക്വതയുള്ളവരാണ്. പല സഭകളിലും ആഭരണം ധരിച്ചു വരുന്ന ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിക്കാനും അവരുടെ മുമ്പിൽ മാതൃകയായി ജീവിച്ചുകൊണ്ട് അവരെ ആഭരണവർജനത്തിലേക്ക് നയിക്കുന്നതിനും പലർക്കും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ചില തൽപര കക്ഷികൾ അവരുടെ മക്കളോ അവരുടെ സ്വന്തക്കാരോ ആഭരണം ഇടുവാൻ തുടങ്ങുമ്പോൾ, ആഭരണധാരികളായ വ്യക്തികളെ വിവാഹം കഴിക്കുമ്പോൾ പെട്ടെന്ന് മുഴുവൻ ബ്രദറുകാരും ആഭരണം ധരിച്ചേ മതിയാവൂ എന്നുള്ള നിലയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ ഭാര്യ പ്രസവിച്ച 3 മക്കളും 10-25ഓളം വളർത്തുമക്കളുമുണ്ട്. അവരിൽ ആരൊക്കെ നാളെ ആഭരണം ഇടത്തില്ല എന്നെനിക്കറിയില്ല. എന്നാൽ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുവാൻ, തിരുവചനത്തിലൂടെ അവരെ ഉപദേശിക്കുവാൻ തക്കോണം ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നാളെ ഏതെങ്കിലും ദിവസങ്ങളിൽ എൻ്റെ സ്വന്തം മക്കളോ വളർത്തുമക്കളോ ആരെങ്കിലും ആഭരണം ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ തെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്റെ മുഴുവൻ സഭക്കാരും അല്ലെ ബ്രദറുകാർ മുഴുവനും ആഭരണം ഇടണം എന്ന് പഠിപ്പിക്കുകയാണോ ഞാൻ ചെയ്യേണ്ടത്? അതോ എന്റെ മകനാണെങ്കിലും മകളാണെങ്കിലും അവർ ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുകയാണോ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ വചനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയേണ്ടത്, എന്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അവന് വചനത്തിൽ നിശ്ചയമില്ലാതെ പോയി, അതൊരു തെറ്റാണ് എന്ന് അംഗീകരിക്കുകയും അത് ദൈവജനത്തിന് മുമ്പാകെ സ്വീകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അപ്പോ സ്വന്തം മകൻ അല്ലെ മകൾ ചെയ്ത തെറ്റുമൂലം മറ്റുള്ളവർ വഴിതെറ്റിപ്പോകുവാൻ അത് ഇടയാകാതെ വരും. അതാണ് ഒരു മാതൃകയുള്ള ഉപദേഷ്ടാവ്, മാതൃകയുള്ളൊരു മൂപ്പൻ, മാതൃകയുള്ളൊരു ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. ദൈവാത്മാവ് ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എല്ലാ ദൈവജനത്തെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.